ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് ഷൈമോൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മനുഷ്യനും നിയമവും, സ്റ്റോക്ക് മാർക്കറ്റും നിയമവും. ഇന്ന് ഒരുപാട് പേർ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അതിനാൽ തന്നെ ഈ ചർച്ചാ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർ നിയമത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നിയമം ഗൂഗിൾ മാപ്പ് പോലെയാണ്. നമ്മളൊരു ഡെസ്റ്റിനേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ യാത്രയിൽ വഴി തെറ്റിപ്പോയാൽ ടേൺ ചെയ്യുവാൻ ഗൂഗിൾ മാപ്പ് നിർദ്ദേശിക്കുകയും കൃത്യമായ വഴി കാണിച്ചു തരികയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് തരുന്നതാണ് നിയമങ്ങൾ. നിയമങ്ങളില്ലായിരുന്നുവെങ്കിൽ ശരിക്കും തെറ്റും ശരിയും തിരിച്ചറിയുമായിരുന്നില്ല. പൊതുവെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്വഭാവമാണ്, മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തുകൂടെ. ഇതൊരു തരം ന്യായീകരണമാണ്. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. യഥാർത്ഥത്തിൽ നമ്മളിലെല്ലാം ഈ ഒരു ചിന്താഗതിയുണ്ട്. കൂടുതലും കുറവും എന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലും ജീവിതത്തിലും ഈ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർ ജീവിക്കുന്ന വഴിയിൽ എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ വൈകുകയും വഴി തെറ്റിപ്പോവുകയും ചെയ്യും. ആ വഴി തെറ്റൽ നമ്മളിലൂടെ അവസാനിച്ചു എന്ന് വരില്ല. നമ്മുടെ മക്കളിലൂടെയും ആ തെറ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാറ്റം നമ്മളിലാണ് ഉണ്ടാകേണ്ടത്, മറ്റുള്ളവരിലല്ല. നമ്മളെക്കുറിച്ച് നമ്മളിലുള്ള വിശ്വാസം എന്ത് തന്നെയായാലും അത് ശരിയായിരിക്കും. കാരണം നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൽ നിന്നാണ് ചിന്ത രൂപം കൊള്ളുന്നത്. ആ ചിന്തയിൽ നിന്നാണല്ലോ സുഹൃത്തുക്കളെ പ്രവൃത്തിയും ഉണ്ടാകുന്നത്. അതിനാൽ നമ്മുടെ പ്രവൃത്തി നമ്മൾ തന്നെ വിലയിരുത്തി നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് വിലയിരുത്താം. നല്ലൊരു ദിവസവും ജീവിത വിജയം എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. സുഹൃത്തുക്കളെ, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഓർക്കുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം.